നമസ്കാരം, ഞാൻ ഉമാശങ്കർ എഴുമങ്ങാട് US മീഡിയ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് ആദ്യം പറയാനുള്ളത്, എഴുമങ്ങാട് AUP സ്കൂളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. പാലക്കാട് ജില്ലയിലെ തിരുമറ്റക്കോട് പഞ്ചായത്തിലെ എഴുമങ്ങാട് AUP സ്കൂൾ. ഇത് രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ നല്ല, ഇന്ത്യയിലെ നല്ല, ലോകത്ത് തന്നെ ഉള്ള അപൂർവം ചില സ്കൂളുകളിൽ മാത്രം കാണാൻ കഴിയുന്ന ടർഫ് അടക്കമുള്ള എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു സ്കൂളാണ് ഇപ്പോൾ ഇവിടെ പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വേളയിൽ ഇത് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് ഒരു മാനേജ്മെൻറ്റ് സ്കൂളാണ്. അതിൻ്റെ പ്രതിനിധിയായിട്ടുള്ള വിനോദ് സാറാണ് നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹം ഈ സ്കൂൾ ഏറ്റെടുത്തതിന് ശേഷം കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുകയാണ്. ഈ വേളയിൽ പറയാനുള്ളത്, കഴിഞ്ഞ 11 വർഷം മുമ്പേ വളരെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ അടച്ചുപൂട്ടലിൻ്റെ വക്കിലുണ്ടായിരുന്ന ഈ സ്കൂളിനെ ഏറ്റവും ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി രാജ്യാന്തര നിലവാരത്തിൽ ഉയർത്തുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി പൂർവ്വ വിദ്യാർത്ഥിയായ ഞാനടക്കമുള്ള ഈ നാട്ടിലെ പൊതു സമൂഹം ത്തിൻ്റെ ശ്രമഫലമായിട്ട് ഇവിടെ നല്ലൊരു PTA നേതൃത്വത്തിലാണ് ഇത് നടക്കുള്ളൂ എന്നുള്ള ആ ഒരു ഉത്തമ വിശ്വാസത്തോടു കൂടി ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടുള്ള അലി, ഇദ്ദേഹം ഇവിടെ PTA പ്രസിഡൻ്റായിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവരികയാണ്. അങ്ങനെയാണ് ഈ സ്കൂളിൻ്റെ വികസനത്തിൻ്റെ തുടക്കം. ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഇവിടെ PTA അധ്യാപകരായാലും വിദ്യാർത്ഥികളായാലും രക്ഷിതാക്കളായാലും നാട്ടുകാരായാലും എല്ലാവരും വളരെ കൂട്ടായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടന്നു. സ്കൂളിൻ്റെ അക്കാദമിക്കും അതേപോലെ തന്നെ ഭൗതികമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും വളർന്ന് നന്നായി. ആ ഒരു സാഹചര്യത്തിൽ സ്കൂൾ ഏറ്റെടുക്കാൻ പുതിയ മാനേജ്മെൻറ്റ് പ്രതിനിധിയായിട്ട് നമ്മളെ വിനോദ് സാറ് വന്നു. അദ്ദേഹം നമ്മുടെ ഈ നാടിൻ്റെ സ്വപ്നം എന്താണോ ആ രാജ്യാന്തര നിലവാരത്തിൽ ഉയർത്തുക എന്നുള്ള ആ സ്വപ്നം പൂർണ്ണമായും സാക്ഷാത്കരിക്കുന്ന രീതിയിൽ ഇപ്പോൾ ഇന്ന് ഇതിൻ്റെ ടർഫിൻ്റെ ഉദ്ഘാടനമാണ്, ആധുനിക രീതിയിൽ നവീകരിച്ചിട്ടുള്ള ഓഫീസിൻ്റെ ഉദ്ഘാടനമാണ്, ബാത്റൂം, നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിൽ അപ്പുറമായിട്ടുള്ള, അതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. വിദ്യാർത്ഥികൾ, ഇവിടുത്തെ സ്ത്രീകളായിട്ടുള്ള അധ്യാപകർ, അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ അവരുടെ പ്രാഥമിക കാര്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള ബാത്റൂം എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ്. എല്ലാം അടങ്ങുന്ന ഒരു മനോഹരമായ സ്കൂളാണ് ഇവിടെ പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഭൂരിഭാഗം പണികളും കഴിഞ്ഞു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അടുത്ത അധ്യയന വർഷം മുതൽ നമ്മളെ പരിസര പ്രദേശങ്ങളിലുള്ള നാട്ടിലുള്ള കുട്ടികളെല്ലാവർക്കും ഇവിടെ ഏറ്റവും നല്ല രീതിയിൽ മനോഹരമായ അന്തരീക്ഷത്തിൽ പഠിക്കാനുള്ള അക്കാദമിക്കും ഭൗതികവുമായിട്ടുള്ള സാഹചര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരെയും ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാൻ എൻ്റെ മോളും പഠിച്ചിട്ടുള്ള ഈ സ്കൂളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മാനേജ്മെൻറ്റ് പ്രതിനിധി വിനോദ് സാറ് നമ്മളോട് ചുരുക്കി പറയും. നമസ്കാരം. വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണെന്ന്. കാരണം ഞാനിവിടെ വന്ന സമയത്ത് ഈ സ്കൂളിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അന്ന് തന്നെ ഞാൻ തീരുമാനിച്ചിട്ടുള്ളതാണ് ഈ തൃത്താല സബ് ജില്ലയിലെ ഏറ്റവും മികച്ച എയ്ഡഡ് സ്കൂളാക്കിയിട്ട് ഇവിടെ ആക്കി തീർക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ ഏകദേശം ഒരു 70% ഞാനത് പൂർത്തീകരിച്ചതായിട്ടാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾക്കറിയാം, ടോയ്ലറ്റ്, അതേപോലെ തന്നെ ഏകദേശം ഒരു 6 ക്ലാസ് റൂമോളം നമ്മൾ നവീകരിച്ചു. പിന്നെ ഇപ്പോൾ ടർഫ്, പിന്നെ അടുത്ത വർഷം തന്നെ ഈ ജൂണിൻ്റെ മുന്നേ തന്നെ നമ്മളിവിടെ കിഡ്സ് പാർക്ക്, അതുപോലെ കുട്ടികൾക്ക് അടുത്ത വർഷം തന്നെ തിയേറ്റർ, പിന്നെ സയൻസ് ലാബ്, പിന്നെ അതുപോലെ കമ്പ്യൂട്ടർ ലാബ്, അങ്ങനെ എന്തൊക്കെ വേണം നമ്മുടെ കുട്ടികൾക്ക് ഒരു ഒരു മൾട്ടി ടൈപ്പ് നമ്മളൊരു ഹൈടെക് സ്റ്റൈലുള്ള ഒരു സ്കൂളാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്ത വർഷത്തോടു കൂടി നമ്മളൊരു ഈ എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് ഉള്ള എല്ലാ സൗകര്യങ്ങളും കൂടിയ ഒരു സ്കൂള് ഞങ്ങളുടെ കുട്ടികൾക്കായിട്ട് ഞങ്ങളിവിടെ ഉണ്ടാക്കി തരും എന്നുള്ളത് ഞാൻ ഉറപ്പ് തരികയാണ്. അതിൻ്റെ ഞാൻ പറഞ്ഞാൽ ഒരു 70% കഴിഞ്ഞു. ബാക്കിയുള്ള നമ്മൾ പൂർത്തീകരിച്ച് നമ്മൾ തരുന്നതായിരിക്കും. ഈ അവസരത്തിൽ ഞാൻ വളരെ സന്തോഷത്തോടുകൂടി പറയുകയാണ്. അതിനുവേണ്ടി കഴിഞ്ഞ ഒരു വർഷമായിട്ട് എന്നോടൊപ്പം സഹകരിക്കുന്ന ഇവിടുത്തെ PTA, നല്ലവരായ നാട്ടുകാർ, SMC അംഗങ്ങൾ, എല്ലാവരുടെയും പൂർണ്ണ പിന്തുണ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നത്. അപ്പോൾ ഇനിയും തുടർന്നും നിങ്ങളുടെ എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ ഞാൻ വളരെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ പറയുകയാണ്. അടുത്തതായി നമ്മുടെ PTA പ്രസിഡന്റ് അലി 2 വാക്ക് സംസാരിക്കും. നമസ്കാരം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. കാരണം ഇവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞൊരു 5-6 മാസത്തിന് മേലെയായി ഇവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മുടെ ടർഫിൻ്റെ ഉദ്ഘാടനമാണ്. അതോടുകൂടി തന്നെ നമ്മൾ അടുത്ത ദിവസം തന്നെ നമ്മൾ കിഡ്സ് പാർക്കിൻ്റെ പണി ഈ വെക്കേഷനിൽ നമ്മൾ ആരംഭിക്കും. നമ്മുടെ പ്രദേശത്ത് തന്നെ ഏറ്റവും മികച്ച ഒരു സ്കൂളാക്കി മാറ്റുന്നതിൽ നമ്മുടെ മാനേജ്മെൻറ്റ് കാണിക്കുന്ന ഈ നമ്മളോടും ഈ നാടിനോടും ഈ സ്കൂളിനോടും കാണിക്കുന്ന ഈ സ്നേഹം എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇത് വളരെ നല്ല രീതിയിൽ നമ്മുടെ പ്രദേശത്തെ തന്നെ ഏറ്റവും മികച്ചൊരു സ്കൂളായിട്ട് മാറുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇന്ന് നമ്മുടെ സ്കൂളിൻ്റെ ചരിത്രത്തിലെ തന്നെ ഒരു അഭിമാന നിമിഷമാണ്. കുറേ കാലങ്ങളായിട്ട് അടച്ചുപൂട്ടലിൻ്റെ വക്കിലിരുന്ന
നമ്മുടെ സ്കൂള് രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർന്നു വരുന്ന ഈ ഒരു ടർഫിൻ്റെ ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കപ്പെടുകയാണ്. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് വളരെ പ്രധാനമാണ് കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കാനുതകുന്ന ഈ സംരംഭം കുട്ടികളെ വളരെയധികം സന്തോഷകരമാക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ AUP സ്കൂൾ എഴുമങ്ങാടിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ ഒരു മുന്നോടിയായിട്ടാണ് ഇന്നിവിടെ ടർഫിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ നിരവധി വികസന പ്രവർത്തനങ്ങൾ ഇവിടെ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നമ്മളിവിടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഒരുപാട് ഇപ്പോൾ നിലവിലെ പ്രസിഡൻ്റ് ഉണ്ട്, നിരവധി തവണ ഇവിടെ പ്രസിഡൻ്റായിട്ട് ഉള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ ഈ സ്കൂളിൻ്റെ നിരവധി കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ എന്തായാലും പുതിയ ഒരു PTA മാനേജ്മെൻറ്റ് പ്രതിനിധി വന്നതിന് ശേഷം നമ്മുടെ ഈ സ്കൂളിൻ്റെ എല്ലാ മുഖച്ഛായയും മാറിക്കൊണ്ട് നമ്മുടെ ഈ നാടിൻ്റെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും നടത്തുന്നു. പ്രിയമുള്ളവരെ, നേരത്തെ എല്ലാവരും നമ്മുടെ AEO പ്രസാദ് സാറാണ്. നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ നമ്മുടെ വിദ്യാലയം ഒരു വീണ്ടെടുപ്പിൻ്റെ പാതയിലാണ്. ഞാനൊക്കെ സർവീസിൽ വരുമ്പോൾ ധാരാളം കുട്ടികൾ പഠിച്ചിരുന്നൊരു വിദ്യാലയം പിന്നീട് പല കാരണങ്ങൾ കൊണ്ടും അല്പം പുറകിലേക്ക് പോയി. എന്തായാലും കഴിഞ്ഞൊരു വർഷക്കാലമായി ഭൗതിക സാഹചര്യങ്ങളുടെ കാര്യത്തിലും മറ്റെല്ലായിടത്തും വിദ്യാലയം ഒരു വീണ്ടെടുപ്പിൻ്റെ തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. അതിൻ്റെ ഭാഗമായി ഇന്ന് മറ്റൊരു സന്തോഷകരമായ മുഹൂർത്തത്തിലാണ് നമ്മുടെ വിദ്യാലയത്തിന് വേണ്ടി ഒരു ടർഫ് മൈതാനം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. നമുക്കറിയാം, നല്ല ആരോഗ്യമുള്ള ശരീരത്തിൽ നല്ല ആരോഗ്യമുള്ള മനസ്സുണ്ടാവുകയുള്ളൂ. വിദ്യാലയത്തിനകത്ത് വലിയൊരു ഗ്രൗണ്ട് നിർമ്മിക്കാൻ സ്ഥലത്തിൻ്റെ പരിമിതി ഒരു തടസ്സമാകുമ്പോൾ നിലവിലെ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി സൗകര്യത്തോടെ ആധുനിക നിലവാരത്തിൽ ഒരു ടർഫ് മൈതാനം ഇവിടുത്തെ കുട്ടികൾക്കായിട്ട് ഒരുക്കിയിരിക്കുകയാണ്. തീർച്ചയായും ഈ വിധ സൗകര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു മികച്ച വിദ്യാലയം മാറാൻ നമ്മുടെ വിദ്യാലയത്തിന് കഴിയുമെന്ന പ്രതീക്ഷയാണ്. അതിന് നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകുമെന്ന് മാത്രം പറയും.